മയക്കുമരുന്നും ലഹരിയും മനുഷ്യനെ ക്യാൻസർ കാർന്നു തിന്നുന്നത് പോലെ കാർന്നു തിന്നുകൊണ്ടിരിക്കുമ്പോ ഇതിനെതിരെ ശക്തമായി കേരളം പ്രതിരോധം തീർക്കുമ്പോ അതിന്റെ ഭാഗമായി പോലീസും മറ്റു ഉദ്യോഗസ്ഥരും ആളും തരവുമില്ലാതെ എല്ലാ സ്ഥലങ്ങളും കയറി ഇറങ്ങി പരിശോധന നടത്തി നമ്മുടെ നാട്ടിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ വേണ്ടി അഹോരാത്രം പാടുപെട്ടുകൊണ്ടിരിക്കുമ്പോ പല വാർത്തകളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലഹരിയുടെ പേരിൽ പിടിക്കപ്പെടുന്ന സിനിമാ താരങ്ങളെ നമ്മൾ കണ്ടു, രാഷ്ട്രീയക്കാരെ നമ്മൾ കണ്ടു, കോളേജിലെ വിദ്യാർത്ഥിനികളെ നമ്മൾ കണ്ടു. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരിൽ നിന്നും ലഹരി പിടിക്കപ്പെടുന്ന വാർത്തകൾ നമ്മൾ ഓരോരുത്തരും കാണുകയാണ്. അവസാനമായി നമ്മൾ കണ്ട വാർത്ത ഹിരൺദാസ് മുരളി എന്ന വേടനെ പിടിക്കപ്പെടുന്ന വാർത്തയാണ്. 5 ആകട്ടെ 50 ആകട്ടെ 100 ആകട്ടെ എത്ര ഗ്രാം ആണെങ്കിലും ശരി, ലഹരി ഒരു മനുഷ്യനെ എത്രത്തോളം ഇല്ലായ്മ ചെയ്യുന്നു എന്നതിനുള്ള തെളിവുകളാണ് വർത്തമാന കേരളത്തിൽ നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിക്കുന്നത് അത് ആരാണെങ്കിലും ശരി, മന്ത്രിയാണെങ്കിലും രാജാവാണെങ്കിലും MLA ആണെങ്കിലും പോലീസാണെങ്കിലും പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും എല്ലാവർക്കും ഒരേപോലത്തെ നീതി നടപ്പാക്കാൻ ഭരണകൂടം തയ്യാറാകണം. ഈ രാജ്യത്ത് നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് ലഹരിയെ തുടച്ചു നീക്കാൻ നമ്മൾ കഠിനമായി പരിശ്രമിക്കുക തന്നെ വേണം. അപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നു, വേടന്റെ പാട്ടുകൾ എപ്പോഴും ഏറെ പ്രിയമാണ്. അദ്ദേഹത്തിന്റെ വരികൾ, അദ്ദേഹത്തിന്റെ നിലപാടുകൾ എപ്പോഴും നമുക്ക് വളരെ ഇഷ്ടമാണ്. അതിനെ അനുകൂലിക്കുകയും ചെയ്യുന്നു.